2022 പുറത്തിറങ്ങിയ ചലച്ചിത്രം ക്രിസ്മസ് കരോളിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ നിങ്ങളിന്ന് കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ഒരു ക്രിസ്മസ് പകലിലാണ്. ഒരു അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിന് മുകളിൽ ഒരു മൃതദേഹം കണ്ടെത്തപ്പെട്ടിരുന്നു. ജോ വോൾവു എന്നു പേരുള്ള പയ്യന്റെ മൃതദേഹമായിരുന്നു. ടാങ്കിനകത്ത് പോലീസ് കണ്ടെത്തിയത് മരണകാരണം കണ്ടെത്താൻ സാധിക്കാത്തതുകൊണ്ട് അതൊരു ആക്സിഡന്റ് ആണ് എന്ന് പോലീസ് വിധിയെഴുതി. പക്ഷേ തന്റെ സഹോദരൻ അത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് മരിക്കില്ല എന്ന് ജോ വോൾവുവിന്റെ ഇരട്ട സഹോദരൻ ജോ ഇൽവു വിശ്വസിച്ചിരുന്നു. ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ഏകദേശ ഊഹവും ഇൽവുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നിൽവു നിശ്ചയിച്ചു. അവർ ഇപ്പോൾ ജയിലിലാണുള്ളത് എന്നതിനാൽ ചെറിയൊരു കേസിൽപ്പെട്ട് ഇൽവുവും ജയിലിലേക്ക് എത്തി. തന്റെ സംശയങ്ങൾ ജയിലിൽ വെച്ച് അന്വേഷിച്ച് സ്ഥിരീകരിക്കാനും തന്റെ ഇരട്ട സഹോദരന്റെ മരണത്തിന് കാരണമായവരെ അതിനുള്ള ശിക്ഷ അനുഭവിപ്പിക്കാനുമായിരുന്നു ഇൽവുവിന്റെ പദ്ധതി. വൈകാതെ ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഇൽവു എത്തിച്ചേർന്നു. ഇൽവു ആദ്യം കൊണ്ടുപോകപ്പെട്ടത് ചോ സൂൺവു എന്ന വ്യക്തിയുടെ മുമ്പിലേക്കായിരുന്നു. സൂൺവു ആയിരിക്കും അടുത്ത 2 കൊല്ലത്തേക്ക് ഇൽവുവിന്റെ ഗൈഡും തെറാപ്പിസ്റ്റും ടീച്ചറും ഒക്കെയായി അവിടെ പ്രവർത്തിക്കുക. സൂൺവു ഇൽവുവിന്റെ റെക്കോർഡ് പരിശോധിച്ചു. ഇൽവു എത്തരത്തിലാണ് ആ ജയിലിലേക്ക് വന്നെത്തപ്പെട്ടത് എന്ന് സൂൺവു മനസ്സിലാക്കി. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇൽവു തന്റെ മുത്തശ്ശിക്കും ഇരട്ട സഹോദരൻ വോൾവുക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നും സൂൺവു തിരിച്ചറിഞ്ഞു. അതിൽ അപകടത്തിൽ വോൾവുവും വോൾവുവിന്റെ മരണശേഷം ആ ദുഃഖം താങ്ങാനാവാതെ മുത്തശ്ശിയും മരണപ്പെട്ടിരുന്നു. ഇൽവു ഇപ്പോൾ അനാഥനാണ്. ഇൽവുവിന്റെ മുത്തശ്ശി മരണപ്പെട്ട കാര്യം ചോ സൂൺവുവിന് അറിയാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞ് സംസാരിച്ചതിൽ ചോയ്ക്ക് പെട്ടെന്ന് കുറ്റബോധം തോന്നി. തന്റെ ടേപ്പ് റെക്കോർഡർ ഓഫ് ചെയ്ത് അതോടെ ചോ ഇൽവുവുമായി സംസാരിക്കാൻ ആരംഭിച്ചു. അവരുടെ സംസാരം വോൾവുവിലേക്ക് തിരിഞ്ഞു. വോൾവുവിന്റേത് സാധാരണ മരണമല്ലെന്നും അവനെ കൊലപ്പെടുത്തിയതാണ് എന്നും ഇൽവു വിശ്വസിക്കുന്നു എന്ന് ചോ മനസ്സിലാക്കി. പിന്നാലെ ഇൽവു മനഃപൂർവ്വം ആ ജയിലിലേക്ക് എത്തപ്പെട്ടതാണെന്നും തന്റെ സഹോദരന്റെ മരണത്തിന് കാരണമെന്ന് അവൻ വിശ്വസിക്കുന്ന 4 പേർ അതേ ജയിലിലുണ്ടെന്നും അവർക്കെതിരെ പ്രതികാരം തീർക്കുവാനാണ് അവൻ എത്തിയിരിക്കുന്നത് എന്നും ചോ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. പിന്നാലെ സംസാരിക്കുമ്പോൾ വോൾവുവിന്റെ ഫ്യൂണറൽ ചടങ്ങിൽ ചോ വന്ന കാര്യവും അവിടെ വെച്ച് പൊട്ടിക്കരഞ്ഞ കാര്യവും ഇൽവു ഓർത്തെടുത്ത് സൂചിപ്പിച്ചു. വോൾവുവുമായും മുത്തശ്ശിയുമായും തനിക്ക് കൂടുതൽ പരിചയമുണ്ടായിരുന്നു എന്ന് ചോ ഇൽവുവിനെ അറിയിച്ചു. വോളണ്ടറി വർക്കിന്റെ ഭാഗമായി താൻ അവരുടെ അപ്പാർട്ട്മെന്റ് സ്ഥിരം സന്ദർശിച്ചിരുന്നെന്നും നൂഡിൽസ് ഒക്കെ സെർവ് ചെയ്തിരുന്നു എന്നും ചോ കൂട്ടിച്ചേർത്തു. നിന്റെ പ്രതികാര ബുദ്ധിയൊക്കെ ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്യുവാൻ ചോ ഇൽവുവിനോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും ഇൽവു വലിയ തോതിൽ ദേഷ്യപ്പെട്ടു. ചോയുടെ പറച്ചിലും തന്റെ കുടുംബകാര്യത്തിലുമുള്ള ഇടപെടലൊന്നും വേണ്ട എന്ന് പറഞ്ഞവൻ രോഷാകുലനായി. തനിക്ക് ഇഷ്ടമുള്ള പോലെ താൻ പ്രവർത്തിക്കുമെന്നും അതൊന്നും തടയാൻ ചോയെ അനുവദിക്കില്ല എന്നും അവൻ അവിടെ വെച്ച് പറഞ്ഞു. കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ചോ അവനെ അവിടെ നിന്നും ക്ലാസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്ലാസ്സിലെത്തി കുട്ടികൾക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ക്ലാസ്സിലിരുന്നതും ഇൽവു ക്ലാസ് മുറിയിലെ ഒരു മൂലയിലിരിക്കുകയായിരുന്ന ജയിലിലെ തടവുപുള്ളിയായ മറ്റൊരു പയ്യന് നേരെ ആക്രമണം നടത്തി. മറ്റ് തടവുപുള്ളികളായ പയ്യന്മാർ ചേർന്ന് ഇൽവുവിനെ തടഞ്ഞു പിടിക്കുകയും ഓഫീസേഴ്സ് വരുന്നവരെ അവനെ മർദ്ദിക്കുകയും ചെയ്തു. വൈകാതെ പോലീസ് ഓഫീസേഴ്സ് എത്തി അവരെ പിടിച്ചുമാറ്റി. ഇൽവുവിനെയും അടിപിടിയിലും മറ്റും ഏർപ്പെട്ട മറ്റു കുറച്ച് പയ്യന്മാരെയും കോറിഡോറിൽ അവർ മുട്ടുകുത്തി നിർത്തി. പിന്നാലെ അങ്ങോട്ടേക്ക് ചീഫ് ഓഫീസറിൽ ഒരാളായ ഹാൻ ഹീസാങ് കടന്നു വന്നു. താങ്കൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നവർ പട്ടിയെപ്പോലെ കുരയ്ക്കുവാൻ അയാൾ ആവശ്യപ്പെട്ടു. ഇൽവു ഒഴികെ ബാക്കി എല്ലാവരും കുരച്ചു. താൻ ഇന്നസെന്റ് ആണ് എന്നായിരുന്നു ഇൽവു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ പേരിൽ ഹാൻ ഇൽവുവിനെ ഫിസിക്കലായി ടോർച്ചർ ചെയ്തു. ബാറ്റൺ കൊണ്ട് നല്ല രീതിയിൽ അടിച്ചു. വേദന കൊണ്ട് ഇൽവു പുളയുക പോലും ഉണ്ടായി. ക്ലാസ്സിനകത്തിരുന്ന തടവുപുള്ളികൾ ആ കരച്ചിൽ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഇടപെടാൻ ധൈര്യമുണ്ടായിരുന്നില്ല. ഇൽവുവിന്റെ ആ കരച്ചിൽ ശബ്ദം ആസ്വദിച്ച് പിന്നിലിരുന്ന 2 പയ്യന്മാരും അതേ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മോൻ ജാഹൂൻ എന്ന പയ്യനായിരുന്നു. ഇൽവു ആക്രമിക്കാൻ ശ്രമിച്ചതും അതേ ജാഹൂനിനെയായിരുന്നു. ചോ കടന്നു വന്നപ്പോഴായിരുന്നു ഇൽവുവിനെതിരെയുള്ള ആക്രമണം ഹാൻ അവസാനിപ്പിച്ചത്. എന്നിരുന്നാൽ തന്നെയും ഇൽവുവിനെ ഹാൻ സോളിറ്ററി കൺഫൈൻമെന്റിലേക്ക് തടവ് ശിക്ഷ വിധിച്ചു മാറ്റി. മര്യാദക്ക് നിൽക്കാൻ പോലും കഴിയാത്ത ഏകാന്ത തടവറയായിരുന്നു അത്. അവിടെ കിടന്ന് ഇൽവു വേദനയോടെ തന്റെ ഇരട്ട സഹോദരനെ ഓർത്തു. വോൾവുവിന്റെ ദേഹത്ത് ശക്തമായ മർദ്ദനമേറ്റ പാടുകൾ മരണസമയത്ത് കാണപ്പെട്ടിരുന്നു. ഓട്ടിസം ബാധിതനായ വോൾവു മുഖത്തെ ആ പാടുകളൊക്കെ സ്വയം മർദ്ദിച്ചുണ്ടാക്കിയതാവാം എന്ന തരത്തിലായിരുന്നു വോളണ്ടിയേഴ്സ് ആയിട്ടുള്ളവർ അന്ന് വിധിയെഴുതിയത്. വോൾവുവിനെ മറ്റാരോ മർദ്ദിച്ചതാണ് എന്നന്നേ ഇൽവുവിന് ഉറപ്പുണ്ടായിരുന്നു. ഇൽവു അന്ന് തന്നെ വോളണ്ടിയേഴ്സിനെതിരെ കത്തിക്കയറുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത ദിവസം ഇൽവു ഐസൊലേഷൻ റൂമിൽ നിന്ന് വെളിയിലായി. മെഡിക്കൽ ട്രീറ്റ്മെന്റും ഇൽവുവിന് ലഭിച്ചു. അവിടെ വെച്ച് സിറ്റുവേഷൻ മുൻകൂട്ടി ഉപയോഗിച്ച് ഇൽവു ഒരു ബാൻഡേജും ഒരു കത്തിയും അവിടെ നിന്ന് രഹസ്യമായി കൈക്കലാക്കി. ബാൻഡേജിനകത്ത് കത്ത് ചുറ്റിവെച്ച് അതുമായിട്ടായിരുന്നു അവൻ അവിടെ നിന്നിറങ്ങിയത്.
ഇൽവു അവിടെ നിന്നും നേരെ പോയത് റെസ്റ്റ് റൂമിലേക്കായിരുന്നു. ആ സമയം അവിടെ ജാഹുവിന്റെ കയ്യാളുകളായിട്ടുള്ള 2 പയ്യന്മാർ ഉണ്ടായിരുന്നു. ഒരാൾ ആ സമയം ടോയ്ലറ്റിനകത്തായിരുന്നു. ഇൽവു പുറത്തുള്ള കാര്യം മനസ്സിലാക്കാതെ ടോയ്ലറ്റിനകത്തിരുന്ന് ആ പയ്യൻ ഇൽവുവിനെ പറ്റി മോശമായി പുറത്തുള്ള പയ്യനോട് വിളിച്ചു സംസാരിക്കാൻ തുടങ്ങി. അവനും അവന്റെ സഹോദരൻ വട്ടനെ പോലെയാ പെരുമാറുന്നത് എന്നൊക്കെ ആ പയ്യൻ പറഞ്ഞു. ഇൽവു പുറത്തുണ്ടായിരുന്ന ജാഹുവിന്റെ കയ്യാളിനെ ഭീഷണിപ്പെടുത്തി മിണ്ടരുത് എന്ന് പറഞ്ഞു. അകത്തിരുന്ന പയ്യനാകട്ടെ ഇതൊന്നും അറിയാതെ പൊങ്ങച്ചം വെച്ചു കീച്ചിക്കൊണ്ടിരുന്നു. താൻ വോൾവോവിനെ അങ്ങനെ തല്ലിയിട്ടുണ്ട്, ഇങ്ങനെ തല്ലി ചതച്ചിട്ടുണ്ട് എന്നൊക്കെ അവൻ വിശദീകരിച്ചു. ദേഷ്യം കനത്ത ഇൽവു ബാത്റൂം ഡോർ തകർത്തകത്തേക്ക് കയറി ചെന്നു. കത്തി ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തുകയും തന്റെ സഹോദരന്റെ മരണത്തിന് അവൻ കാരണമാണോ എന്ന മട്ടിൽ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയുമുണ്ടായി. പക്ഷേ തനിക്കതിലൊരു പങ്കുമില്ല എന്ന് ഭീതിയോടെ ആ പയ്യൻ പറഞ്ഞു. താനും കൂട്ടുകാരും വാൽവുവിനെ കാണുകയും അവനെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവനെ കൊന്നത് തങ്ങളല്ല എന്ന് ആ പയ്യൻ ആവർത്തിച്ച് കൂട്ടിച്ചേർത്തു. ബാത്റൂമിൽ നടക്കുന്ന ബഹളവും മറ്റും ചോയുടെയും ഓഫീസേഴ്സിന്റെയും അടുത്തേക്കും എത്തിച്ചേർന്നിരുന്നു. അങ്ങോട്ടേക്ക് ആദ്യമേ ഓടിയെത്തിയ ചോ ഇൽവുവിനെ രക്ഷപ്പെടുത്തുവാൻ ബാത്റൂമിന് വെളിയിലേക്ക് വരാൻ അവനോട് പുറത്തുനിന്ന് വിളിച്ച് ആവശ്യപ്പെട്ടു. പക്ഷേ ഇൽവു അതിന് കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, ബാത്റൂമിൽ ഉണ്ടായിരുന്ന ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന പയ്യനെ ആക്രമിക്കുകയും അവന്റെ മുഖത്തൊരു മുറിവുണ്ടാക്കുകയും ചെയ്തു. ചോ ഒടുവിൽ ആ വാതിൽ തകർത്തകത്ത് കടക്കുകയും ഇൽവുവിനെ ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റുകയും ഉണ്ടായി. അതിന്റെ ഫലമായി ഇൽവു വീണ്ടും സോളിറ്ററി കൺഫൈൻമെന്റിലേക്ക് ഒരു ദിവസം കൂടി മാറ്റപ്പെട്ടു. ഇൽവു അന്ന് രാത്രിയിൽ ഐസൊലേഷൻ റൂമിൽ കഴിയുമ്പോൾ ജാഹുവിന്റെ കയ്യാളായ ഒരുത്തൻ അങ്ങോട്ടേക്ക് കടന്നെത്തുകയും ഇൽവുവിനെ ഒരു റെഞ്ചു കൊണ്ട് ആക്രമിക്കുകയും ഉണ്ടായി. ഓഫീസർ ഹാനിന്റെ അറിവോടെ നടക്കുന്ന സംഭവമായിരുന്നു അത്. പക്ഷേ ആക്രമിച്ച് ചോരയിൽ കുളിച്ച ഇൽവുവിനെ ഉപേക്ഷിച്ച് ആക്രമി പോവാൻ ആരംഭിച്ചതും ഇൽവു തിരിച്ചടിച്ചു. അവനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. തന്റെ സഹോദരന്റെ മരണത്തിന് പിന്നിലുള്ളവരാണ് തന്നെ ഇപ്പോൾ ആക്രമിക്കാനും ശ്രമിച്ചത് എന്ന മട്ടിലായിരുന്നു അവന്റെ ചോദ്യം ചെയ്യലും ആക്രമണവും. അക്രമിയെ വലിയ തോതിൽ മർദ്ദിച്ച് അവൻ ചോദ്യം ചെയ്യൽ തുടർന്നു. പക്ഷേ തങ്ങൾ വോൾവോവിനെ കൊന്നിട്ടില്ല എന്ന് ആക്രമിക്കാൻ വന്ന പയ്യൻ ശക്തമായി പറഞ്ഞു. പിന്നാലെ കാര്യങ്ങൾ വിശദീകരിക്കാനും തുടങ്ങി. വോൾവോ കൺവീനിയൻസ് സ്റ്റോറിൽ വർക്ക് ചെയ്യുമ്പോൾ ക്രിസ്മസ് ഈവിന്റെ അന്ന് താനും ജാഹുവിനും മറ്റു 2 കൂട്ടുകാരും ചേർന്ന് വോൾവോവിനെ കണ്ടിരുന്നെന്നും ആ കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് മോഷണം നടത്താൻ തങ്ങൾ തീരുമാനിച്ചിരുന്നെന്നും അതുകൊണ്ട് പോലീസിനടുക്കൽ അവൻ റിപ്പോർട്ട് ചെയ്യാതിരിക്കുവാൻ അവനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തുക മാത്രം ചെയ്തിരുന്നു എന്നും അവൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലാതെ അവനെ കൊന്നതിൽ തങ്ങൾക്ക് പങ്കില്ല എന്നവൻ ശക്തമായി വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇൽവു ആകട്ടെ അവൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. പ്രതികാര നടപടി എന്ന വണ്ണം ആ പയ്യന്റെ 2 പല്ലുകൾ പ്ലയർ ഉപയോഗിച്ച് ഇൽവു വലിച്ചു പറിച്ചെടുത്തു. ഹാൻ കടന്നു വന്നപ്പോഴായിരുന്നു തന്റെ ആക്രമണം ഇൽവു നിർത്തിയത്. കൈയുയർത്തി സറണ്ടർ ചെയ്ത് ഇൽവു ഒരു വശത്തേക്ക് മാറി നിന്നു. പക്ഷേ ഇൽവുവിനെ അറസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ഹാൻ തന്റെ സ്റ്റൺ ഗൺ ഉപയോഗിച്ച് ഇൽവുവിനെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയായിരുന്നു ചെയ്തത്. അടുത്ത ദിവസം ഇൽവുവിനെ ആക്രമിക്കാൻ വന്ന അറ്റാക്കറെ വലിയ ഇഞ്ചുറികൾ അവന് പറ്റിയതുകൊണ്ട് ആശുപത്രിയിലേക്ക് മാറ്റി. തന്റെ പേരിൽ പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ആ പയ്യന്റെ പല്ലുകൾ പോയത് നോർമൽ ആക്ടിവിറ്റിക്കിടെയാണ് എന്ന മട്ടിൽ ഹാൻ മറ്റ് തടവുപുള്ളികളെ കൊണ്ട് കളവുമൊഴി പറയിപ്പിക്കുകയും ചെയ്തു. സുപ്പീരിയേഴ്സിന് അടുത്തേക്ക് പ്രശ്നത്തിലെ തന്റെ ഇൻവോൾവ്മെന്റ് എത്തിയാൽ അത് തന്റെ കരിയറിനെ ബാധിക്കും എന്ന് ഹാനിന് ഉറപ്പുണ്ടായിരുന്നു. ഇൽവുവിനെ മറ്റൊരു ജുവനൈൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റാനുള്ള ഒരു പ്രപ്പോസലും ഹാൻ മുന്നിലേക്ക് വെച്ചു. അത് നടന്നാൽ ഇൽവുവിന് ജാഹുവിനും സംഘത്തിനുമെതിരെ റിവെഞ്ച് എടുക്കാൻ സാധിക്കുകയേയില്ല. അന്ന് ചോ ഇൽവുവിനെ കണ്ട് അവന്റെ മുറിവുകൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹാൻ ഇൽവുവിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യവും മറ്റും ചോ അവനോട് വിശദീകരിച്ചു. പക്ഷേ ആ സംഭവങ്ങൾ ചോയുടെ സംശയം വർദ്ധിപ്പിച്ചിരുന്നു. ചെറിയ തെറ്റുകളുടെ പേരിൽ അവരിപ്പോൾ ഈ ജുവനൈൽ സെന്ററിനകത്ത് വന്നത് വോൾവോവിന്റെ കൊലപാതകം മറയ്ക്കാനും അവർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയാണോ എന്ന് ചോ ചോദ്യമുയർത്തി. വോൾവോവിന്റെ മരണത്തിന് കാരണം ജാഹുവിനും സംഘവുമാണ് എന്നിൽവു തീർത്തു പറഞ്ഞു. ക്രിസ്മസ് ഈവിന് താൻ അവനെ വിളിച്ചിരുന്നെന്നും അന്നൊരു ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒട്ടും ശരിയല്ലാത്തത് കേട്ടെന്നും അവരുടെ ദൃശ്യങ്ങൾ കൺവീനിയൻസ് സ്റ്റോറിന്റെ CCTV ഫൂട്ടേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നും വോൾവോവിനെ കൊന്ന ശേഷം പോലീസ് സ്റ്റേഷന് അടുത്തുപോയി ചെറിയ ക്രൈമിൽ ഏർപ്പെട്ട് അവർ ജയിലിലേക്ക് വരികയായിരുന്നു. അതവരുടെ പദ്ധതിയാണെന്നാ തോന്നുന്നത് എന്നിൽവു തീർത്തു പറഞ്ഞു. വാൾവുവിന്റെ ബോഡി കിട്ടുന്നതിന് മുമ്പേ അവർ അത്തരത്തിൽ പ്രവർത്തിച്ച് ജയിലിലാക്കപ്പെട്ടെന്നും അപ്പോൾ അവർക്കുമേൽ സംശയമുണ്ടാവില്ലല്ലോ എന്നും അവൻ കൂട്ടിച്ചേർത്തു. ഇൽവു പറഞ്ഞ കാര്യങ്ങൾ ചോ ശ്രദ്ധയോടെ കേട്ടു. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ ഇൽവുവിന്റെ പ്രതികാര ബുദ്ധി ഉപേക്ഷിക്കുവാൻ ചോ അവനോട് കേണപേക്ഷിച്ചു. തുടർച്ചയായി കുറ്റകൃത്യങ്ങൾ ചെയ്ത് അവനും ജാഹുവിനെയും സംഘത്തെയും പോലെയാകുമോ എന്ന് താൻ ഭയപ്പെടുന്നു എന്നും ചോ കൂട്ടിച്ചേർത്തിരുന്നു. പക്ഷേ പിന്മാറാൻ ഇൽവു ഒരുക്കമായിരുന്നില്ല. തന്റെ സഹോദരനു വേണ്ടി, നീതിക്ക് വേണ്ടി താൻ ഏതറ്റം വരെയും പോകും, എന്തും ചെയ്യും എന്ന മനോഭാവമായിരുന്നു അവന്റേത്. തന്റെ സഹോദരനെതിരെ അവർ ചെയ്തതിന് അവർ എന്തർഹിക്കുന്നു അത് കിട്ടുക തന്നെ ചെയ്യും എന്നും അവൻ പറഞ്ഞു.
തൽക്കാലത്തേക്ക് ഇൽവുവിന്റെ ട്രാൻസ്ഫർ തടയുവാൻ ഒരു വഴി ചോ അവന് നിർദ്ദേശിച്ചു കൊടുത്തു. ചെയ്തുപോയ തെറ്റുകൾക്ക് ഒരു അപ്പോളജി ലെറ്റർ എഴുതി ഒരു അവസരം കൂടി തരണം എന്ന മട്ടിൽ അപേക്ഷിക്കുവാനും ഇനി പ്രശ്നമുണ്ടാക്കില്ല എന്ന മട്ടിൽ പറയുവാനുമായിരുന്നു അത്. ഇൽവു അത്തരത്തിൽ പ്രവർത്തിച്ചു. പക്ഷേ ഇനിയൊരു പ്രശ്നമുണ്ടായാൽ ഇൽവു ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും ചോ കൂട്ടിച്ചേർത്തു. അടുത്ത ദിവസം മുതൽ കൂടുതൽ സൂപ്പർവിഷനോടെ ഇൽവു ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നു. സാൻ ഹുവാൻ എന്ന പയ്യന് സമീപമായിരുന്നു ഇൽവുവിന്റെ സീറ്റുണ്ടായിരുന്നത്. ജാഹൂനും ഗ്യാങ്ങും എപ്പോഴും ബുള്ളി ചെയ്യുന്നൊരു പയ്യനായിരുന്നു അവൻ. അന്ന് ലഞ്ച് ടൈമിലും ജാഹൂനും സംഘവും സാൻ ഹുവാനെ ബുള്ളി ചെയ്തു. എല്ലാം കൊണ്ടും സാൻ ഹുവാൻ അത് അക്സെപ്റ്റ് ചെയ്യാനും ആരംഭിച്ചിരുന്നു. എതിരിടാൻ അവന് ധൈര്യമോ കരുത്തോ ഉണ്ടായിരുന്നില്ല. അന്ന് വൈകുന്നേരം ചോയ്ക്കൊപ്പം ഇൽവുവിനൊരു തെറാപ്പി സെഷൻ ഉണ്ടായിരുന്നു. ചോയുടെ മുറിയിലിരുന്ന് തെറാപ്പി സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇൽവു ചുറ്റിലും നോക്കി. അവിടെ ഉണ്ടായിരുന്ന ഒരു സാന്റക്ലോസ് കോസ്റ്റ്യൂം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇൽവുവിന്റെ കോസ്റ്റ്യൂമിലുള്ള താല്പര്യം കണ്ടതും താൻ കഴിഞ്ഞ ക്രിസ്മസിന് സാന്റക്ലോസ് കോസ്റ്റ്യൂം ഒക്കെ ധരിച്ച് വോൾവുവിന്റെ അടുത്ത് പോയിരുന്നു എന്ന് ചോ വിശദീകരിച്ചു. അന്ന് വോൾവു ഒരുപാട് സന്തോഷത്തോടെ ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നും ചോ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും കാര്യങ്ങൾ എങ്ങനൊക്കായി തീരും എന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ചോ പറഞ്ഞു. ഇൽവുവിനെ നല്ല വഴിക്ക് നയിക്കുവാൻ ചോ വീണ്ടും ശ്രമിച്ചു. ഒരുപക്ഷെ ഇനി ജാഹൂനും സംഘവും തന്നെയാണ് വോൾവുവിന്റെ മരണത്തിന് കാരണമെങ്കിൽ കൂടി അത് ഇന്റൻഷണൽ ആവാൻ സാധ്യതയില്ലെന്നും ആളുകൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുമെന്നും അതുകൊണ്ട് എല്ലാ കാലവും അവർ ക്രിമിനൽസ് എന്ന് മുദ്രകുത്തപ്പെടാൻ പാടില്ലെന്നും അവർക്ക് നന്നാവാൻ അവസരം കൊടുക്കണം എന്നും ചോ ഇൽവുവിനോട് പറഞ്ഞു. പക്ഷേ തന്റെ ദൃഢനിശ്ചയത്തിൽ നിന്നും ഒരു തരി പിന്മാറാൻ ഇൽവു ഒരുക്കമായിരുന്നില്ല. ഇതിൽ വ്യക്തിം താനാണെന്നും തനിക്കാണ് ആരുമില്ലാതായത് എന്നും ഇൽവു പറഞ്ഞു. മാത്രമല്ല അവർ കവർ ചെയ്ത കുറ്റത്തിൽ കുറ്റബോധമില്ലെന്നും തന്നെ കൊല്ലാൻ വരെ അവർ ശ്രമിച്ചതാണ് എന്നും ഇൽവു കൂട്ടിച്ചേർത്തു. അതൊക്കെ കൂടി ചേർത്ത് വായിച്ചപ്പോൾ ഇൽവുവിന്റെ സ്ഥാനത്ത് താനാണെങ്കിലും തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലായിരുന്നുവെന്നും പക്ഷേ എങ്കിൽ പോലും വയലൻസ് അല്ല എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ എന്നും ചോ പറഞ്ഞു നിൽക്കാൻ ശ്രമിച്ചു. ഇൽവുവിനെ സഹായിക്കാൻ ഏതൊക്കെ മുഖേന സാധിക്കുമോ അത് താൻ ചെയ്യും. പക്ഷേ മറ്റൊരു ജീവൻ എടുക്കുക എന്നതല്ല ഒരിക്കലും ഒന്നിന്റെയും പരിഹാരം ചോ പറഞ്ഞു നിർത്തി. പിന്നീട് ഇൽവു ലോണ്ടറി റൂമിൽ കടന്നപ്പോൾ അടക്കിപ്പിടിച്ച ഒരു സംസാരം കേട്ടു. അടുത്ത മുറിയിലായിരുന്നു ആ സംസാരം നടന്നിരുന്നത്. ഇൽവു സൂക്ഷ്മമായി വീക്ഷിച്ചു. ആ മുറിക്കകത്തേക്ക് കയറിപ്പോയതും ഇരുട്ടുമുറിയിൽ എന്തൊക്കെയോ ഞരക്കങ്ങൾ കേട്ടതും ഹാനും സാൻഹുവാനും ഒന്നിച്ചുള്ളപ്പോൾ ആയിരുന്നു എന്നിൽവു മനസ്സിലാക്കി. സാൻഹുവാൻ പിന്നീട് വരുമ്പോൾ അവന്റെ കയ്യിൽ സിഗരറ്റും കാണാമായിരുന്നു. അത് തന്റെ സെല്ലിലെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനായിരുന്നു സാൻഹുവാൻ ഉദ്ദേശിച്ചിരുന്നതും. സാൻഹുവാൻ സെല്ലിലേക്ക് എത്തിയപ്പോൾ ജാഹൂനും മറ്റുള്ളവരും സിഗരറ്റൊന്നും പോരെന്ന് പറഞ്ഞ് സാൻഹുവാനെ കടന്നാക്രമിച്ചു. സാൻഹുവാൻ തന്റെ മുഖത്തേക്ക് നോക്കി നിന്നത് ജാഹൂനെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ജാഹൂൻ സാൻഹുവാനെ തല്ലുകയും തന്നെ അങ്ങനെ നോക്കരുത് എന്ന് പറയുകയും ചെയ്തു. പിന്നാലെ അവന്റെ പാന്റ് ഊരാൻ സാൻഹുവാനോട് ജാഹൂൻ ആവശ്യപ്പെട്ടു. പലതരം ബുള്ളിയിങ്ങിന് ഇരയായിട്ടുള്ള സാൻഹുവാന് എതിരിടാനാവുമായിരുന്നില്ല. അവൻ അത്തരത്തിൽ പ്രവർത്തിച്ചു. മറ്റ് പയ്യന്മാർ അത് കണ്ട് ചിരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം സാൻഹുവാൻ മാറി നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കെ ഇൽവു അവൻ അടുത്തു ചെന്നു. സാൻഹുവാനുമായി സംസാരിക്കാൻ ശ്രമിച്ചു. സാൻഹുവാന് സിഗരറ്റ് കിട്ടിയത് ഓഫീസർ ഹാനിനടുത്ത് നിന്നാണെന്നും അതെങ്ങനെ കിട്ടിയെന്നൊക്കെ തനിക്കറിയാം എന്നിൽവു അവനോട് പറഞ്ഞു. സാൻഹുവാൻ അതിനൊന്നും താല്പര്യമുണ്ടായിട്ടല്ല. പക്ഷേ ജാഹൂൻ വിരട്ടിയപ്പോൾ ഭയന്നാണ് അവനത് ചെയ്യുന്നത് എന്നും തനിക്കറിയാം എന്നും ഇൽവു കൂട്ടിച്ചേർത്തു. മാത്രമല്ല സാൻഹുവാനെ പോലൊരു പാവത്താൻ എങ്ങനെ ഈ ഡിറ്റൻഷൻ സെന്ററിലെത്തി എന്നും തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും അവൻ പറഞ്ഞു. പലതരത്തിൽ സംഭാഷണം തുടങ്ങുവാൻ ഇൽവു ശ്രമിച്ചെങ്കിലും സാൻഹുവാൻ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. മറിച്ച് അവനോടൊരു ചോദ്യം ഉന്നയിച്ചു. എന്തിനാണ് നീ ഈ ഡിറ്റൻഷൻ സെന്ററിൽ എത്തിയത് എന്നായിരുന്നു ആ ചോദ്യം. കാരണമായി വാൾവുവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുവാൻ അങ്ങനെ ജയിലിൽ വരുന്ന ഒരാളല്ല നീ എന്നെനിക്കറിയാം എന്നും അവൻ കൂട്ടിച്ചേർത്തു. താനും വോൾവുവും കൂട്ടുകാരായിരുന്നെന്നും ഒരേ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലാണ് താമസിച്ചിരുന്നതെന്നും മാത്രമല്ല വോൾവു കൊല്ലപ്പെട്ട ആ ദിവസം ഇൽവുവും വോൾവുവും റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് വാക്കു പറഞ്ഞിരുന്നതാണെന്നും പക്ഷേ ഇൽവു എന്ന് റെസ്റ്റോറന്റിലേക്ക് വന്നതേയില്ല. അതുകൊണ്ടാണ് കുറെ സമയം കാത്തിരുന്ന ശേഷം വോൾവു ജോലിക്കായി കൺവീനിയൻസ് സ്റ്റോറിലേക്ക് പോയത്. അതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത് എന്നും സാൻഹുവാൻ കൂട്ടിച്ചേർത്തു. റെസ്റ്റോറന്റിൽ വോൾവുവിനൊപ്പം താനും ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് തനിക്കിതൊക്കെ നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്നും സാൻഹുവാൻ വളരെ ശക്തമായി പറഞ്ഞു. അത് കേട്ടതും ഇൽവു വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി. വാൻഹുവാൻ അന്ന് വർക്കിന് പോവാൻ കാരണം സാൻഹുവാൻ ആണെന്നും എന്തിനാണ് നീ അവനെ പോവാൻ അനുവദിച്ചത്, അതുകൊണ്ടല്ലേ അവൻ കൊല്ലപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് ഇൽവു വല്ലാതെ ക്ഷുഭിതനായി. താൻ പറഞ്ഞ പോലെ അവൻ ആ റെസ്റ്റോറന്റിൽ തനിക്കായി കാത്തിരുന്നിരുന്നെങ്കിൽ കൊല്ലപ്പെടില്ലായിരുന്നല്ലോ എന്നും ഇൽവു പറഞ്ഞു. സാൻഹുവാനെ മർദ്ദിക്കുവാൻ പോലും ഇൽവു കൈയൊങ്ങിയിരുന്നു. ഒടുവിൽ അവന് വലിച്ച സൈഡിലേക്കിട്ട് ഇൽവു അവിടെ നിന്ന് വേഗത്തിൽ നടന്നുപോയി. വോൾവുവിന് യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചത്, ഇൽവുവിന് ആ മരണത്തിൽ പങ്കുണ്ടോ, അത് മറയ്ക്കുവാനാണോ അവൻ ഈ
ജയിലിൽ എത്തിയിരിക്കുന്നത്. ദുരൂഹത കൂടുതൽ കനത്തുവരുന്നു. കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടൻ കണ്ടുമുട്ടാം. അതുവരെ ബൈ.